ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഈ മുട്ടക്കറിയിൽ നമ്മൾ കുമ്പളങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. കുമ്പളങ്ങ ഇതുപോലെ ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഉള്ളി, ഇഞ്ചിയും ഉള്ളിയും കൂടെ ചതച്ചിടുക. പിന്നെ പച്ചമുളക് അരിഞ്ഞിടുക, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നമ്മൾ പിന്നെ മല്ലിപ്പൊടി. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കുമ്പളങ്ങ ചേർത്തിട്ടുള്ള മുട്ടക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ മുട്ടക്കറിയിൽ കുമ്പളങ്ങ അങ്ങനെ ചേർക്കാറില്ലല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാൽ എടുക്കണം. അതിനായിട്ട് 1 കപ്പ് നാളികേരം എടുത്ത് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാലെടുത്തു. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തു. പിന്നെ ആ പീരയിൽ വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് 2 കപ്പ് പാൽ കിട്ടിയത്. അങ്ങനെ അത് നമ്മൾ ഈ ഇട്ട് വെച്ച കുമ്പളങ്ങ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയ്ക്കുള്ളൂ കേട്ടോ പണി. ഇനി ഇത് നമ്മൾ സ്റ്റൗവിൽ വയ്ക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് തിളച്ച് വരുമ്പോൾ തുറന്ന് വയ്ക്കുക. അപ്പോൾ അതേ നമ്മുടെ തിളച്ച് വന്നു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിടുക. കുമ്പളങ്ങ ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഒരു കാര്യം മറന്നു, ഈ സമയത്ത് തന്നെ നമ്മൾ കുടംപുളിയും കൂടെ ചേർക്കണം കേട്ടോ. കുടംപുളി ആദ്യം ചേർക്കാൻ വിട്ടുപോയിട്ട് നമ്മൾ അവസാനമാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുടംപുളി ആദ്യം തന്നെ ചേർക്കുക. അവസാനം ചേർത്താലും കുഴപ്പമില്ല, അത് മറന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അരപ്പുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് തിളക്കട്ടെ, കുമ്പളങ്ങ വേവണ്ടേ. ആ സമയം കൊണ്ട് നമ്മൾ 2 പിടി നാളികേരവും 1 തക്കാളിയും, ഒരു ചെറിയ തക്കാളി മതി കേട്ടോ, അതും കൂടെ അരച്ച് വെക്കുക. നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് വെക്കുക. അപ്പോൾ അതേ ഒരു 5 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വേവുന്നതാണ് പാകം കേട്ടോ. കുമ്പളങ്ങ വെന്തോ നോക്കുക. കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച നാളികേരം അതിൽ ചേർക്കണം. അപ്പോൾ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. നമ്മൾ അരപ്പ് അതിൽ ചേർത്തു. അപ്പോൾ കുടംപുളിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ആദ്യം തന്നെ കുടംപുളി ചേർക്കുക. പുളി എത്രയാണെന്ന് നോക്കിയിട്ട് പിന്നെ കൂടുതൽ വേണമെങ്കിൽ അവസാനം ചേർത്താൽ മതി. ഇതിപ്പോൾ മറന്നതുകൊണ്ടാണ് കുടംപുളി ആദ്യം ഇടാതിരുന്നത് കേട്ടോ. നമ്മൾ വീണ്ടും അത് ചേർക്കുന്നുണ്ട്. കുടംപുളി ഒന്ന് തിളപ്പിച്ചിട്ട് അതാണ് നമ്മൾ ചേർത്തത്. ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ അതേ കുടംപുളി ഇത് മറന്നതുകൊണ്ട് രണ്ടാമത് അത് ഒന്ന് വെന്ത് വരണ്ടേ. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ആദ്യം ഒഴിച്ച് നോക്കി. പക്ഷേ അപ്പോൾ പുളി ശരിയാവണില്ല. അപ്പോൾ പിന്നെ ആ വെന്ത പുളി തന്നെ അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഒന്ന് തിളച്ച് കുറച്ച് 2-3 മിനിറ്റ് തിളച്ചപ്പോഴേക്കും പുളിയൊക്കെ പിടിച്ചു ചാറിൽ കേട്ടോ. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട അതിൽ ചേർക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുളി ആവശ്യത്തിനായി. പിന്നെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ പുളി കൂടും. അതുകൊണ്ട് നമ്മൾ ഒരു പീസ് പുളി അതിന് എടുത്ത് മാറ്റി. അപ്പോൾ പുളി നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ മാറ്റാം കേട്ടോ നമുക്ക്. ഇനി വേറെ ഒന്നുമില്ല. ഇനി അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത് മൂപ്പിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിൽ ചേർക്കുക. നല്ല കറിയാണ്. ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പുളിയുടെ കാര്യം മറക്കണ്ട. പുളി ആദ്യം ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് നമുക്ക് ഇരട്ടിപ്പണിയായിട്ട് വീണ്ടും തിളപ്പിച്ച് ഒഴിക്കേണ്ടി വരും. അത് പെട്ടെന്ന് വിട്ടുപോയി വീഡിയോ എടുക്കണതിൻ്റെ തിരക്കിൽ. പുളി എടുത്തു വെച്ചു, പക്ഷേ ഇതിലിടാൻ മറന്നുപോയി. അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.